ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം. വീഡിയോ എന്ന് പറഞ്ഞാൽ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അപ്പം എൻ്റെ കയ്യിലുള്ള ഈ റുബിക്സ് ക്യൂബ് ഡിസോർഡർ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഓരോ ഇക്വേഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്പ് ടു ലെഫ്റ്റ്, ടോപ്പ് ടു റൈറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങൾക്ക് വരച്ചിട്ട് കാണാൻ പറ്റും. ഇത് ഞാൻ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ വൈറ്റ് ആണ് എടുക്കണം. ഞാൻ വൈറ്റിനാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഇവിടേക്ക് ഇരിക്കുന്ന ആ വൈറ്റുകളെ നമുക്കൊന്ന് ജസ്റ്റ് ഒരുമിപ്പിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വൈറ്റ് ഇതാക്കാൻ പോകണം. അത് നിങ്ങളുടെ ഫാസ്റ്റ് അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഫാസ്റ്റ് കുറവായിരിക്കാം, ചിലപ്പോൾ ഫാസ്റ്റ് കൂടുതലായിരിക്കാം. അതൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിക്ക് ചെയ്യണതാണ്. അപ്പോൾ ഞാനത് മുമ്പ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ എങ്ങനെയാണ് ഇക്വേഷൻസ് വെച്ച് ചെയ്യണമെന്നുള്ളത് ഞാൻ പറയാത്ത ഒരു വീഡിയോ ആണ്. കാരണം എങ്ങനെയാണ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ ചെയ്തു എന്നുള്ളത് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. വൈറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിവിടെ ഒരു ടീ ഷേപ്പ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഒരു ടീ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാസ്ക് വരുന്നത്. ഇപ്പോൾ ഇതൊരു ഓർഡറിലല്ല കിടക്കണം, ടീ ഷേപ്പിലല്ല കിടക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ ഇങ്ങനെ ഒരു ടീ ഷേപ്പാണ് വേണ്ടത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ കട്ടകളൊന്നും മാറ്റിയിട്ടിട്ട് സെറ്റ് ചെയ്യാണ്. ഗ്രീനുകളെ ഒരുമിച്ചാക്കുക കണ്ട. അതുമാതിരി തന്നെ റെഡുകൾ രണ്ടെണ്ണം സൈഡിലേക്ക് ആക്കി. ഇപ്പൊ എന്റെ വൈറ്റിന്റെ പിറകിൽ ഏത് കളറാണെന്ന് നോക്കട്ടെ കേട്ടോ. വൈറ്റിന്റെ പിറകിൽ ഓറഞ്ച് ആണുള്ളത്. അത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ക്ലിയർ ആയി. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓറഞ്ച്, ബ്ലൂ, റെഡ്, ഗ്രീൻ. അപ്പോൾ ടീ വന്നില്ല. ഇവിടെ ഒരു ബ്ലൂ ഉണ്ട്, ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഇവിടെ ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഈ ഒരു കളറിനെ നമുക്ക് ഓറഞ്ച് ആക്കണം. ബ്ലൂ ആക്കണം. റെഡ് ആക്കും. അപ്പൊ നമുക്ക് ഈ സെന്ററിലത്തെ തടസ്സത്തിനെ മാറ്റിയിട്ട് ആ കളർ എവിടെയാണ് വേണ്ടെന്ന് നോക്കാം. അപ്പൊ ഈ വൈറ്റിന്റെ പിറകിൽ ബ്ലൂ ഇരിക്കുന്നുണ്ട്. കണ്ട, ഈ വൈറ്റിന്റെ പിറകിൽ ബ്ലൂ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലൂവിലേക്ക് ഈ വൈറ്റ് വേണമെന്നിടാം. അപ്പൊ അവിടെ ബ്ലൂ വന്നോളൂ. നമ്മൾ ആദ്യം തന്നെ അത് ചെയ്യാനും. ഇപ്പൊ ഈ സൈഡ് കംപ്ലീറ്റ് ആയി. പിന്നെ ഈ വൈറ്റിന്റെ പിറകിൽ എന്താ ഉള്ളത് നോക്കാം. ഈ വൈറ്റിന്റെ പിറകിൽ ഓറഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് ഓറഞ്ചിന്റെ സൈഡിൽ ഈ വൈറ്റ് കൊണ്ടുവന്നിടാം. അപ്പൊ ആ സൈഡിലും അത് കംപ്ലീറ്റ് ആവും. കണ്ട, ടീ കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ വൈറ്റിന്റെ പിറകിൽ ഇരിക്കുന്നത് ഗ്രീനാണ്. നമുക്ക് ഗ്രീനിൽ അത് കൊണ്ടുവന്നിടാം. അപ്പൊ ഗ്രീനിന്റെ അവിടെയും ടീ കംപ്ലീറ്റ് ആയി. ഇവിടെ ടീ കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ റെഡ് മാത്രമാണ്. വൈറ്റിന്റെ പിറകിൽ നോക്കിയാൽ കാണാൻ പറ്റും, റെഡ് ഉണ്ടാവുള്ളൂ. അതങ്ങനെയാ ലാസ്റ്റ് അങ്ങനെ ആയിട്ട് വരും. അപ്പൊ നമ്മൾ റെഡും കംപ്ലീറ്റ് ആയി. ഇപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു ടീ ഷേപ്പ് കാണാൻ പറ്റും. ബ്ലൂവിന്റെ ടീ ഷേപ്പ് കാണാൻ പറ്റും, റെഡിന്റെ ടീ ഷേപ്പ് കാണാൻ പറ്റും, ഗ്രീൻ ടീ ഷേപ്പ് കാണാൻ പറ്റും, ഓറഞ്ച് ടീ ഷേപ്പ് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ ഞാൻ ഫേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ ഫേസ്. ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നത്, ഇതാണ് ഫേസ്. ഇവിടെയാണ് നമ്മൾ ഇക്വേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പ്. ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ അപ്പ്. ഇതിനെ റിവേഴ്സ് തിരിക്കുകയാണെങ്കിൽ അപ്പ് ഇൻവേഴ്സ്. കണ്ടില്ലേ? ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഇതിനെ തിരിച്ചാൽ റൈറ്റ്. അടിയിലേക്ക് തിരിച്ചാൽ റൈറ്റ് ഇൻവേർട്ട്. ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ്. ഇതിന് മുകളിലേക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇൻവേഴ്സ്. ഇതിന് ഇവിടെ ഈ ഭാഗം തിരിച്ചു കഴിഞ്ഞാൽ ബാക്ക്. ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ബാക്ക് ഇൻവേഴ്സ്. ഈ ഇരിക്കുന്ന എന്റെ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു കട്ട ഫേസ്. ഇത് ബാക്കിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഫേസ് ഇൻവേഴ്സ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. റൈറ്റ് ഇൻവേഴ്സ്, ലെഫ്റ്റ് ഇൻവേഴ്സ്, ഫേസ് ഇൻവേഴ്സ്, ബാക്ക് ഇൻവേഴ്സ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതത്തിലെ വേർഡ്സ്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കളർ കോമ്പിനേഷൻ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഓറഞ്ചും ഈ ഒരു ബ്ലൂവിനും കാണാൻ പറ്റും. ഇവിടെ ഒരു ഓറഞ്ച് ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ബ്ലൂ ഇരിക്കുന്നുണ്ട്. ഈ ഓറഞ്ചും ബ്ലൂ ശരിക്കും ഇരിക്കേണ്ട എവിടെയാണ് ഇരിക്കേണ്ടത്? ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഇവിടെ ഈ ഒരു ബ്ലൂവിന് ഇങ്ങോട്ടും ഈ ഒരു ഓറഞ്ചിന് ഇങ്ങോട്ടും കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ടോപ്പ് ടു റൈറ്റ് ആണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന പേപ്പറിലുള്ള എല്ലാ ഇക്വേഷൻ ഞാൻ മുകളിൽ ഇടാം. ടോപ്പ് ടു റൈറ്റ്. ഇതിനെ ഈ ഓറഞ്ചിന് ഇങ്ങോട്ടും ഈ ബ്ലൂവിന് ഇങ്ങോട്ടും കൊണ്ടുവരണമെങ്കിൽ ടോപ്പ് ടു റൈറ്റ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോവാ. അപ്പ്, റൈറ്റ്, അപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ്, ഫേസ് ഇൻവേഴ്സ്, അപ്പ്, ഫേസ്. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ബ്ലൂവും ഓറഞ്ചും ഇങ്ങോട്ട് മാറിയത് കാണാൻ പറ്റും. കണ്ട, ബ്ലൂ ഇവിടെ വന്നു, ഓറഞ്ച് ഇവിടെ വന്നു. ഇനി നമ്മൾ ഇതേമാതിരി കളർ കോമ്പിനേഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലൊരു ബ്ലൂവും റെഡും ഇരിക്കും. കണ്ടില്ലേ? ഈ ഒരു ബ്ലൂവും റെഡും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ബ്ലൂ റെഡ് ഇവിടെ അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഈ ഒരു പോർഷനിൽ ആവശ്യം. കണ്ട, ഈ ബ്ലൂവിനെ ഇവിടെ കൊണ്ടുവരണം, ഈ റെഡിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ഇത് നമ്മുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് നമുക്ക് ടോപ്പ് ടു റൈറ്റ് ആണ്. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യണ്ട.
നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ടോപ്പ് ടു റൈറ്റ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ ഫേസ് ചെയ്ത് പിടിച്ചു. അപ്പ് റൈറ്റ് അപ്പ് ഇൻവേഴ്സ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ഫേസ് ഇൻവേഴ്സ് അപ്പ് ഫേസ്. നമുക്ക് കാണാൻ പറ്റും ഈ ബ്ലൂ ഇങ്ങോട്ട് വന്നു, ഈ റെഡ് ഇങ്ങോട്ട് വന്നു. അതേമാതിരി തന്നെ നമ്മൾ ഇനിയും കളർ കോമ്പിനേഷൻസ് ചെക്ക് ചെയ്യുക. കളർ കോമ്പിനേഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു ഗ്രീൻ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഓറഞ്ച് ഇരിക്കുന്നുണ്ട്, ഗ്രീനും ഓറഞ്ചും. ഈ ഗ്രീനും ഓറഞ്ചിനും നമുക്ക് ഇവിടെ തന്നെയാണ് ആവശ്യം, ടോപ്പ് ടു റൈറ്റ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഈ ഒരു ടോപ്പ് ടു ലെഫ്റ്റ് വന്നിട്ടില്ല. ടോപ്പ് ഇവിടെ നിന്ന് ഈ ഗ്രീൻ ഇങ്ങോട്ടും ഈ ഓറഞ്ചിന് ഇങ്ങോട്ടും എന്ന് വെച്ചാൽ എന്റെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ ഇത് ടോപ്പ് ടു റൈറ്റ്. സെയിം ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പ് റൈറ്റ് അപ്പ് ഇൻവേഴ്സ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് ഇൻവേഴ്സ് ഫേസ് ഇൻവേഴ്സ് അപ്പ് ഫേസ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇരുന്നിരുന്ന ആ ഗ്രീൻ ഇവിടെ എത്തി, ഓറഞ്ച് ഇവിടെ എത്തി. ഇനി നമ്മൾ ഗ്രീനും റെഡും ഇപ്പൊ നമുക്ക് ടോപ്പ് ടു ലെഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കണ്ട, ഗ്രീനും റെഡും, ഗ്രീൻ ആൻഡ് റെഡ്. ഈ ഗ്രീൻ റെഡ് കോംബോ ഇങ്ങോട്ടാണ് വരേണ്ടത്. കണ്ട, റെഡിന്റെ ഒപ്പം റെഡ്, ഇവിടെ ഗ്രീൻ വരണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിച്ചു. നമ്മൾ ആ ടോപ്പ് ടു ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഈ സാധനത്തിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ റൈറ്റിലേക്കുള്ളത്, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ലെഫ്റ്റിലേക്കുള്ളത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ടോപ്പ് ടു ലെഫ്റ്റ് അപ്പ് ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് അപ്പ് ലെഫ്റ്റ് അപ്പ് ഫേസ് അപ്പ് ഇൻവേഴ്സ് ഫേസ് ഇൻവേഴ്സ്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ട, ഇവിടെ മുഴുവൻ ക്ലിയർ ആയി, 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 ഇവിടെ മുഴുവൻ ക്ലിയർ ആയി. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ വേറൊരു ഇക്വേഷൻസ് അങ്ങനെ പൊയ്ക്കൊണ്ടിങ്ങനെ കാണാൻ പറ്റും. ഓരോ ഷേപ്പ് വരുമ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു എൽ ഷേപ്പ് മുകളിൽ യെല്ലോന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു എൽ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഫേസ് അപ്പ് റൈറ്റ് അപ്പ് ഇൻവേർട്ട് റൈറ്റ് ഇൻവേർട്ട് ഫേസ് ഇൻവേർട്ട്. ഞാൻ ആദ്യം തന്നെ എവിടെയെങ്കിലും ഇതിങ്ങനെ ഒരു കോർണറിൽ ഈ ബ്ലൂ ഓറഞ്ചിനെ കോർണറിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ആ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പോവാ. ഫേസ് അപ്പ് റൈറ്റ് അപ്പ് ഇൻവേർട്ട് റൈറ്റ് ഇൻവേർട്ട് ഫേസ് ഇൻവേർട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന പോലെ ഈ ഒരു എൽ ഷേപ്പ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു എൽ ഷേപ്പ്. കണ്ടോ, ഈ യെല്ലോ കൊണ്ട് ഒരു എൽ ഷേപ്പ് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എൽ ഷേപ്പ് ക്രിയേറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ഫേസിന്റെ. ഇനി നമുക്ക് ഇത് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കുരിശിന്റെ ഷേപ്പിൽ വരണം. കണ്ടോ, ഇവിടെ മുഴുവൻ യെല്ലോ, ഇവിടെ മുഴുവൻ യെല്ലോ വരണം. അപ്പൊ ഞാൻ ഇതിനെങ്ങനെ ഫേസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു എൽ ഷേപ്പിന് ഫേസ് ചെയ്ത് പിടിച്ച് സെയിം ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യണം. ഫേസ് അപ്പ് റൈറ്റ് അപ്പ് ഇൻവേഴ്സ് റൈറ്റ് ഇൻവേഴ്സ് ഫേസ് ഇൻവേഴ്സ്. ഇപ്പോഴും ഈ സെയിം സാധനം തന്നെ വന്നിരിക്കണം. ഫേസ് അപ്പ് റൈറ്റ് അപ്പ് ഇൻവേഴ്സ് റൈറ്റ് ഇൻവേഴ്സ് ഫേസ് ഇൻവേഴ്സ്. എൽ ഷേപ്പ് ശരിക്കുള്ളൊരു എൽ ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്. നേരത്തെ അവിടെയും കൂടി എൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇത് ചെയ്തിടാം. ഇങ്ങനെ പിടിക്കുക. ഫേസ് അപ്പ് റൈറ്റ് അപ്പ് ഇൻവേഴ്സ് റൈറ്റ് ഇൻവേഴ്സ് ഫേസ് ഇൻവേഴ്സ്. ഇത് നിങ്ങൾ എത്ര തവണ ചെയ്യേണ്ടി വരും എന്നുള്ളതൊന്നും ഞാൻ ഇതിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കിട്ടും, ചിലപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടും, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ കിട്ടും. അതൊന്നും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഓരോ ട്യൂബിനനുസരിച്ചിരിക്കും അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു കുരിശിന്റെ ഷേപ്പ് വന്നിരിക്കണം കാണാൻ പറ്റും. കണ്ടില്ലേ? കുരിശിന്റെ ഷേപ്പ് വന്നിരിക്കണം കാണാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു ഫിഷ് പോലെ കരുതാൻ പറ്റും. ഇതൊരു ഫിഷിന്റെ തലയാണെങ്കിൽ ഇതൊരു വാല്. കണ്ടോ, ഇതൊരു ഫിഷിന്റെ തല, ഇതൊരു വാല്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അടുത്തൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം. കണ്ടോ, ഒരു ഫിഷിന്റെ ഷേപ്പ് കണ്ടിരിക്കണുണ്ടെങ്കിൽ അത് ഞാൻ വരച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് റൈറ്റ് അപ്പ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ്. ഈ മീനിന്റെ തല എവിടെയാണ്, വാൽ എവിടെയാണ് വരുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ ചെയ്യാം. ഫേസ് ആക്കി പിടിച്ചിട്ട് ഈ വാലിന്റെ ഭാഗം ഫേസ് ആക്കി അങ്ങോട്ട് ആക്കിയിട്ട് ചെയ്യാം. റൈറ്റ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ് അപ്പ് റൈറ്റ് അപ്പ് അപ്പ് റൈറ്റ് ഇൻവേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിൽ നിന്ന് നേരെ ഇത് ഈ ഒരു യെല്ലോ ഭാഗം ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഷേപ്പിലേക്ക് വരണം കാണാം. ഇനി നമ്മൾ ഇതിന്റെ പുറകിൽ നോക്കി നോക്കാം. ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ നോക്കുമ്പോൾ റെഡ് റെഡ്, ബ്ലൂ ഇവിടെ ബ്ലൂ അല്ല, ഗ്രീൻ ഇവിടെ ഗ്രീൻ അല്ല. അപ്പൊ നമുക്ക് ഇതിനെ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ഇനി ഫേസ് ആയിട്ട് ചിന്തിക്കാം. ഈ ഒരു റെഡ് വന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെ ഫേസ് ആയി ചിന്തിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കാം. അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട, ഇതിന്റെ ഓപ്പോസിറ്റ്. ഇത് എനിക്ക് ഞാൻ നിങ്ങൾ പഠിപ്പിക്കാനല്ല, ഞാൻ കാണിച്ചു തരാൻ വേണ്ടിട്ടാ. ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ കണ്ട, ഇവിടെ ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ റുബിക്സ് ക്യൂബിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ട, ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് പിടിച്ചിട്ട് ഈ ഇക്വേഷൻ കൊടുക്കാം. റൈറ്റ് ഇൻവേഴ്സ് ഫേസ്
റൈറ്റ് ഇൻവേഴ്സ്, ബാക്ക്, ബാക്ക്, റൈറ്റ്, ഫേസ് ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, ബാക്ക്, ബാക്ക്, റൈറ്റ്, റൈറ്റ്. ഇപ്പൊ നമുക്ക് എല്ലാ ഇതിന്റെ ഒരു വിധം സൈഡുകളിൽ ഇത് ഗ്രീൻ കംപ്ലീറ്റ് ആയി കിട്ടി. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു, ഇവിടെ ഇങ്ങനെ വന്നു, ഇവിടെ ഇങ്ങനെ വന്നു. ഗ്രീൻ കംപ്ലീറ്റ് ആണ് ബാക്കി എല്ലാ സൈഡും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അവസാനത്തെ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ആയി ബാക്കി എല്ലാ സൈഡിലും നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഇങ്ങനെ 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 വന്നു. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് റൈറ്റ്, റൈറ്റ്, അപ്പ്, റൈറ്റ്, അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്. അപ്പോഴും നമുക്ക് ആ ഒരു ഇതന്നെ വന്നിരിക്കണേ. ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത് കിട്ടുന്ന വരെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലത്തൊരു ഇത്. റൈറ്റ്, റൈറ്റ്, അപ്പ്, റൈറ്റ്, അപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, അപ്പ്, റൈറ്റ്. കിട്ടുന്ന വരെ ചെയ്യാന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടി. നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ എല്ലാ സൈഡും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. കണ്ട ഇതായി, ഈ സൈഡ് കംപ്ലീറ്റ് ആയി, ഇതെല്ലാ സൈഡും കംപ്ലീറ്റ് ആയി, ബ്ലൂ ആയി, റെഡ് ആയി, ഗ്രീൻ ആയി, ഓറഞ്ച് ആയി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ചെയ്യണം, നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇക്വേഷൻസ് ഇത് കണ്ടില്ലേ, ഇത്ര ഇതിൽ ചെയ്യാനുള്ളൂ. ഈ ഒരു സ്റ്റെപ്പുകൾ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇതിൽ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നുകൂടി ഒരു തവണ കൂടി കാണിച്ചു തരുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലത് കൈ ഇവിടെ പിടിക്കുക, റൈറ്റ്. ഇതാണ് ഇതിന്റെ റൈറ്റ്. റൈറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ എവിടെ വരുന്നു അവിടെ റൈറ്റ്. ഫേസ് ഇത് നമ്മൾ ഫേസ് ആക്കി വെച്ചിട്ട് റൈറ്റിക്ക് തിരിക്കാം. റൈറ്റ് ഇൻവേഴ്സ് ആണെന്ന് പറയണമെങ്കിൽ റൈറ്റ് ഇൻവേഴ്സ്, ബാക്കിക്ക് തിരിക്കാം. കണ്ടില്ലേ? ഇനി ലെഫ്റ്റ് ആണ് പറയണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ അടുത്ത കൈ എടുക്കുക, ലെഫ്റ്റ്. ഞാൻ തിരിച്ച് ഇതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണതാണ് കേട്ടത്, അല്ലാണ്ട് വേറെ അത് 2 തവണ തിരിക്കണം എന്നുള്ളതല്ല. ലെഫ്റ്റ് തിരിച്ചു കൊണ്ടുവന്നു. ഇനി ലെഫ്റ്റ് ഇൻവേഴ്സ് വരുന്ന ഒരു ഇക്വേഷൻ ആണെങ്കിൽ ലെഫ്റ്റ് ഇൻവേഴ്സ്. ഇനി അപ്പ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മുകൾ ഭാഗം ഇങ്ങോട്ട് തിരിച്ചാൽ അപ്പായി, ഈ ഒരു മുകൾ ഭാഗം ഇങ്ങോട്ട് തിരിച്ചാൽ അപ്പ് ഇൻവേഴ്സ് ആയി, ഈ ഇരിക്കുന്ന ബാക്ക് ഭാഗം ഇങ്ങോട്ട് തിരിച്ചാൽ ബാക്ക് ആയി. ഇവിടെ ഒരിക്കലും ബാക്ക് ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഇല്ല. ബാക്ക് ഇൻവേഴ്സ് പറയുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് ബാക്ക് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരിക്കൽ പോലും തിരിക്കാൻ പറ്റില്ല. ബാക്ക്. ഇനി ബാക്ക് 2 തവണ പറഞ്ഞു വിചാരിക്കാം, ബാക്ക്, ബാക്ക്. കണ്ടില്ലേ? ഇപ്പൊ ഞാൻ പഴയ സ്ഥിതിക്ക് കൊണ്ടുവന്നു. റൈറ്റ് 2 തവണ വന്നു വിചാരിക്കാം, റൈറ്റ്, റൈറ്റ്. ഇപ്പൊ പഴയ സ്ഥിതിക്ക് തിരിച്ചു കൊണ്ടുവന്നു. ലെഫ്റ്റ് 2 തവണ പറഞ്ഞു വിചാരിക്കാം, ലെഫ്റ്റ്, ലെഫ്റ്റ് 2 തവണ പറഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ്, ലെഫ്റ്റ്. പിന്നെ ഇതിൽ ഇക്വേഷൻസിൽ അപ്പ് ഇൻവേഴ്സ് ആണെന്ന് വിചാരിക്കാം, അപ്പ് ഇൻവേഴ്സ്. ഫേസ്, ഇതാണ് എന്റെ ഫേസ് ആയിട്ടിരിക്കുന്നത്, ഇതാണ് ഭാഗം ഫേസ്. ഫേസ് 2 തവണ പറഞ്ഞു വിചാരിക്കാം, ഫേസ്, ഫേസ്. പഴയ സ്ഥിതിക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഫേസ് ഇൻവേഴ്സ് പറയണതായിരിക്കാം. ഈ ഒരു ഫേസിനെ ഫേസ് ഇൻവേഴ്സ്, ഫേസ് ഇൻവേഴ്സ്. 2 തവണ കൊണ്ടുവരാം. 1 തവണ ഉള്ളെങ്കിൽ ഫേസ് ഇൻവേഴ്സ്. എപ്പോഴും നമ്മൾ ഒരു ഭാഗം ഫേസ് ചെയ്ത് പിടിക്കുക ചെയ്യുക. ഇതാണ് ഇതിന്റെ ഇക്വേഷൻസ് വരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ചിത്രങ്ങൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, എൽ ഷേപ്പ്, ക്രോസ് ഷേപ്പ്, ഫിഷിന്റെ ഷേപ്പ്, അതുമാതിരി തന്നെ ഇങ്ങനത്തെ ഷേപ്പ്. ഇതൊക്കെയാണ് ഇതിലത്തെ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സാഹചര്യങ്ങളിൽ എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ അതിന്റെ മുകളിൽ തന്നെ ഇത് കൊടുക്കാം. അപ്പൊ ഈ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആയി. ഇത്ര വരുന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ റിലാക്സ് ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയൊരു ടാസ്ക് ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ വരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഈ സെയിം പേര് തന്നെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അതിൽ കൂടെ മെസ്സേജ് ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. അതല്ല യൂട്യൂബിൽ തന്നെ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അതിലും ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രശ്നമില്ല. പല ആൾക്കാർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു ഇതായിരിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കംപ്ലീറ്റ് ചെയ്യണം ചെറുപ്പത്തിലിട്ടാ. പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പിന്നീട് എനിക്കിങ്ങനെ ഇതൊന്ന് ചെയ്ത് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞത് നല്ലതായിരിക്കും തോന്നി. കാരണം ഞാനും പലപ്പോഴും പല ആളുകളുടെ കയ്യിൽ നിന്ന് ഓരോന്ന് കിട്ടിയിട്ടാണ് ചെയ്ത് പഠിച്ചത്. അപ്പൊ ഇത് അത്രേ ഉള്ളൂ. ഇതാണ് ആ ഒരു വീഡിയോ വരുന്നത്. അപ്പൊ നമ്മുടെ റുബിക്സ് ക്യൂബ് ഇവിടെ കംപ്ലീറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ.